ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ 7 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. രണ്ടാം വിജയത്തോടെ സൂപ്പർ ഫോറും ഇന്ത്യ ഏറെക്കുറെ ഉറപ്പിച്ചു. സമ്മർദ്ദമില്ലാതെ കളിക്കുക എന്ന പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ വാക്കുകൾ ഇന്ത്യൻ താരങ്ങൾ ശിരസാവഹിച്ചപ്പോൾ ഇന്ത്യക്ക് ഏഷ്യ കപ്പിലെ തുടർച്ചയായ രണ്ടാം ജയം. ടോസ് ലഭിക്കാതിരുന്നിട്ടും മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു സമ്പൂർണ്ണ ആധിപത്യം. ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ പന്ത് മുതൽ ഇന്ത്യ വിക്കറ്റ് വേട്ട തുടങ്ങി. വിക്കറ്റ് കീപ്പർ ഹാരിസിനെ ബുംറ പുറത്താക്കിയതോടെ പാകിസ്ഥാൻ പരിങ്ങലിലായി. എന്നാൽ ഓപ്പണറായ ഫർഹാനും ഫക്കർ സമാനും പാകിസ്ഥാനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തി. പക്ഷേ ഇന്ത്യൻ സ്പിന്നർമാർ പന്തെടുത്തതോടെ പാക് ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞു. ഒരു ഘട്ടത്തിൽ 100 റൺസ് പോലും എത്തില്ലെന്ന് കരുതിയ പാകിസ്ഥാനെ 127 എത്തിച്ചത് ഷഹീൻ അഫ്രീദിയുടെ അവസാന ഓവറുകളിലെ പ്രകടനമാണ്. തനത് ശൈലിയിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി അഭിഷേക് ശർമ്മ തുടങ്ങിയതോടെ ഇന്ത്യ പവർ പ്ലേയിൽ 60 പിന്നിട്ടു. ഓപ്പണർമാർ പുറത്തായെങ്കിലും നായകൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഇന്ത്യയെ അനായാസം ജയത്തിലെത്തിച്ചു. 25 പന്ത് ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ ജയം. ഇതോടെ ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോറും ഇന്ത്യ ഏറെക്കുറെ ഉറപ്പിച്ചു. ഇന്ത്യയോട് തോറ്റെങ്കിലും മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ UAE തോൽപ്പിച്ചാൽ പാകിസ്ഥാനും സൂപ്പർ ഫോറിലെത്താം. ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം വെള്ളിയാഴ്ച ഒമാനെതിരെയാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.